പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്ന അല്പം ചില കാര്യങ്ങൾ പറയാനായിട്ടാണ്. അതായത് മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്നിച്ചു പോയത് സമാധാനം നിങ്ങൾക്ക് തന്നിച്ചാൻ പോകുന്ന ഒന്നാണ്. ആ സമാധാനം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. അതിൻ്റെ വേണ്ടുന്ന രീതിയിൽ ജീവിക്കണം. സമാധാനം എവിടുന്ന് കിട്ടും? നമ്മൾ അന്വേഷിച്ചെങ്കിലേ ഒക്കെയുള്ളൂ. എന്നാൽ ബൈബിൾ പറയുന്നുണ്ട്, ദൈവം സ്വന്തം നഗരത്തിൽ തന്നെ നിഷേധിക്കപ്പെട്ടു എന്നതുപോലെ ഇന്ന് പല കുടുംബങ്ങളും അങ്ങനെയാണ്. അതിലൊന്നാണ് എൻ്റേത്. ഞാൻ ആർക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയട്ടെ, ഞാൻ ആർക്കെങ്കിലും ദ്രോഹം ചെയ്തു, പണസംബന്ധമായോ വേറൊരു വിധത്തിലോ, പക്ഷെങ്കിൽ ഞാനൊരു തെറ്റ് ചെയ്തു പോയി. ഞാൻ വിശ്വസിച്ചു, സ്നേഹിച്ചു, വിവാഹം കഴിച്ചു. എൻ്റെ വീട്ടിലെ അമ്മായിയമ്മ പോലും അവിടെ ഞാൻ തടഞ്ഞു നിർത്തി. ഒന്നും വേണ്ട, എല്ലാം കഴിഞ്ഞ് മകളെ കെട്ടിച്ചു വിട്ടു. എന്നെ ചയച്ചവരോടൊന്നും ഞാൻ അവരോട് പ്രതികാരം ചെയ്യാൻ പോയില്ല. പണസംബന്ധമായി എന്നെ ചയച്ചവർ അനേകരുണ്ട്. അവരൊക്കെ നല്ല വാക്ക് പറഞ്ഞാൽ ചയച്ചത്. പക്ഷേ അവരോടൊന്നും ഞാനൊന്നും ചോദിക്കാൻ പോയില്ല. പക്ഷെങ്കിൽ ജീവിക്കാൻ പ്രയാസമായി വന്നിരിക്കുന്നു. ഇന്നെൻ്റെ ഭാര്യ എന്നോട് കണക്ക് പറഞ്ഞിരിക്കുന്നു. നീ പോകുമ്പോഴും കയറി വരുമ്പോഴും ഗേറ്റ് തുറക്കാൻ ഞാൻ വേണമെന്ന്. മക്കളെ, വേണ്ട. ഞാൻ ഒരിക്കലും ആരോടും ഒരു ജോലിയും എനിക്ക് വേണ്ടി ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളൊരിക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുക. നീ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയത്തില്ല. ഞാൻ രാവിലെ വൈകിട്ടും സ്കൂട്ടർ എവിടെ പോകുന്ന എന്തിനാ എന്നുള്ളതൊന്നും ചിന്തിച്ചില്ല. നല്ല കാര്യം മോളെ, കാങ്കപ്പാടൻ്റെ മോളെ, നീ മനസ്സിലാക്കിക്കോ. നിന്റെ ജീവിതത്തിൽ മനസ്സിലാക്കും. നീ ഇനി ഒരിക്കലും എനിക്ക് വേണ്ടി ഞാൻ സ്കൂട്ടർ എടുക്കുമ്പോൾ ഗേറ്റ് തുറക്കോ അടയ്ക്കോ വേണ്ട. ആരും ഞാൻ ഒരിക്കലും നിന്നെ നിർബന്ധിക്കത്തില്ല. നീ തുറക്കാൻ വന്നാലും ഞാൻ സമ്മതിക്കത്തില്ല. വേണ്ട മക്കളെ. എന്തുവാണ് ഈ ജീവിതം? എനിക്ക് എന്തുവാ നീ എന്തുവാ ജീവിതത്തിൽ? നീ മൂന്നേരത്തെ ആഹാരം ഉണ്ടാക്കി തരുന്നതിന് പോലും കണക്ക് പറയുമല്ലോ. ഇങ്ങനെയാണെങ്കിൽ ഇതാരാണ് ഈ മേടിച്ചുകൊണ്ട് വരുന്നത്? നിൻ്റെ അപ്പനാണോ എന്ന് ചിന്തിക്ക്. വേണ്ട മക്കളെ, ലോകത്തിൽ മതിയായി, ജീവിതം മതിയായി. ഇനി ആരോടും ഒരു ബാധ്യതയും വേണ്ട. എനിക്ക് വേണ്ടി ആരും കഷ്ടപ്പെടില്ല. വേറെ ആരോടുമല്ല. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോടായിപ്പോൾ ഞാൻ പറയുന്നത്. അവള് ഇന്നോട് പറയാ, നീ വെളിയിൽ പോകുമ്പോഴും കയറി വരുമ്പോഴും ഗേറ്റ് തുറന്നു തരുന്നു അടയ്ക്കുന്നത് ഞാനാണെന്ന്. ആർക്ക് വേണ്ടിയാ? നീ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണോ? എങ്കിൽ വേണ്ട മോളെ, ഇനി നീ ജീവിതത്തിൽ അങ്ങനെ കഷ്ടപ്പെടണ്ട. ഒരിക്കലും ഇനി ഞാൻ നിന്നെ കഷ്ടപ്പെടുത്തത്തില്ല.